ഇത് അഞ്ജലിയുടെ അതിജീവനത്തിൻ്റെ കഥ. ഭർതൃവീട്ടിലെ മാനസിക പീഡനങ്ങളിൽ തളരാതെ പിടിച്ചു നിന്നവൾ, ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തെ തുടർന്ന് പടിയിറങ്ങുന്ന അവൾ ഇനി ജീവിതത്തിൽ എന്തൊക്കെയാവും നേരിടേണ്ടി വരിക. തുടർന്ന് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തുമായി അഞ്ജലി റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് അവൾ ഒരു ചെറുപ്പക്കാരനെ കാണുന്നത്. ഇത് ആകാശ്, ആ നാട്ടിലെ പ്രമുഖനായ വ്യവസായിയുടെ മകൻ. അങ്ങനെ അവരവിടെ കണ്ടുമുട്ടുന്നു. ആകാശിനോട് അവൾ ആ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നു. അത് അവൻ്റെ തന്നെ അഡ്രസ്സായിരുന്നതിനാൽ അഞ്ജലിയോട് അവൻ കൂടെ വരാൻ പറയുന്നു. അവർ തമ്മിൽ സംസാരിച്ചു നിൽക്കവേ പെട്ടെന്ന് അഞ്ജലി ബോധരഹിതയായി വീണു. ആളുകളെല്ലാം ഓടിക്കൂടി എല്ലാവരും ചേർന്നവളെ പെട്ടെന്ന് കാറിലേക്ക് കയറ്റി. അങ്ങനെ ആകാശ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ സമയം തന്നെ അവൻ വീട്ടിലും വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തി. ആകാശിൻ്റെ പിതാവ് ആനന്ദ് മേനോൻ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്, BP ലോ ആയതാണ്, വിഷമിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഓക്കെ ആവും. അഞ്ജലിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ അവർ അഞ്ജലിയെ അവരുടെ ഒപ്പം കൂട്ടാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത കടപ്പാടുള്ള മനുഷ്യനാണ് നാരായണേട്ടനെന്നും അദ്ദേഹം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിനെ മറുത്തു പറയാൻ എനിക്ക് കഴിയില്ല എന്നും ആകാശിൻ്റെ പിതാവ് പറയുന്നു. ഇതിനോടകം തന്നെ അഞ്ജലിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ആകാശിൻ്റെ മാതാവ് അവളെ സാന്ത്വനിപ്പിക്കാനായി ശ്രമിക്കുന്നു. ഇന്നു മുതൽ നീയും എൻ്റെ മക്കളിൽ ഒരാളാണ്, എൻ്റെ ആകാശിനെയും അഞ്ജലിയെയും പോലെ എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത അവളെ ചേർത്ത് പിടിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹമോ കരുതലോ ഒന്നും കിട്ടിയിട്ടില്ലാത്ത അഞ്ജലി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ അവളുടെ കയ്യിൽ മറ്റൊന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കിയ സംഗീത അവളെയും കൊണ്ട് നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു. അവിടെ നിന്നും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ വാങ്ങി. അവിടെ നിന്നും അഞ്ജലിയെയും കൊണ്ട് വീട്ടിലെത്തിയ സംഗീത അവൾക്കായി ഒരു മുറി ഒരുക്കി നൽകി. അഞ്ജലിയുടെ ഉള്ളിലെ സങ്കടങ്ങൾ മനസ്സിലാക്കിയ സംഗീത അവളെ ഒറ്റയ്ക്കിരിക്കാനായി അനുവദിച്ചില്ല. അവളുടെ കൂടെ എപ്പോഴും ശീതൾ ഉണ്ടായിരുന്നു. ശീതൾ കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും അഞ്ജലിയെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വളരെ വേഗം തന്നെ അഞ്ജലി ആ വീട്ടിലുള്ള ഒരംഗമായി മാറി. അവൾ അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളെല്ലാം അവരോടായി പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് സംഗീതയും മറ്റുള്ളവരും ചേർന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഈ പ്രായത്തിനിടയ്ക്ക് ഈ കുട്ടി എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നത് സംഗീതയ്ക്കത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. സംഗീത അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇനി ഒരിക്കലും നീ ആ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല, ഇനി ഇതാണ് നിൻ്റെ കുടുംബം. വളരെ വേഗം തന്നെ അവരെല്ലാം ഒരു കുടുംബം പോലെ തന്നെയായി. ആനന്ദ് മേനോൻ്റെ റെക്കമെൻഡേഷനിൽ അഞ്ജലിക്കും ശീതൾ പഠിക്കുന്ന കോളേജിൽ തന്നെ ഒരു സീറ്റ് വാങ്ങി അഞ്ജലിയുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അങ്ങനെ അഞ്ജലിയും ശീതളും ഒരുമിച്ച് കോളേജിൽ പോകാനായി തുടങ്ങി. ഈ സമയം മഹേഷിൻ്റെയും കീർത്തനയുടെയും മധുവിധ നാളുകളായിരുന്നു. അവരുടെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ നാളുകൾക്ക് ആയുസ് വളരെ കുറവായിരുന്നു. വിവാഹ സൽക്കാരങ്ങളും തിരക്കുകളുമെല്ലാം ഒഴിഞ്ഞ ശേഷം എപ്പോഴും മുറിക്കുള്ളിൽ മേക്കപ്പും സൗന്ദര്യ സംരക്ഷണവുമായി കഴിഞ്ഞുകൂടിയ കീർത്തനയെ പാർവതി അടുക്കളയിൽ സഹായിക്കാനായി വിളിക്കുന്നു. എന്നാൽ കീർത്തന പാർവതിയുടെ വാക്കുകളെ അവഗണിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളൂ, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വരുത്തിച്ചോളാം. കീർത്തനയുടെ മറുപടികൾ പാർവതിയമ്മയെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നു. മഹേഷിൻ്റെ സഹോദരിമാരുടെ കുട്ടികളെ പോലും കീർത്തനയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. കുട്ടികളെ പോലും എപ്പോഴും ശാസിക്കുകയും തല്ലുകയും ചെയ്യുമായിരുന്നു. കീർത്തനയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ മഹേഷിൻ്റെ സഹോദരിമാർ പോലും ആ വീട്ടിലേക്ക് വരാതെയായി. എപ്പോഴും അവർ തമ്മിൽ വഴക്കായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പാർവതിയമ്മയെ കീർത്തനയുടെ ചൊൽപ്പലിക്ക് നിർത്താൻ അവൾക്ക് കഴിഞ്ഞു. ആ വീട്ടിലെ സകല ജോലികളും അവരെ കൊണ്ടവൾ ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ചു. മഹേഷും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു. കാരണം കീർത്തനയുടെ പണം തന്നെയായിരുന്നു അവന് മുഖ്യം. ഈ സമയം പാർവതിയമ്മ മനസ്സിലാക്കുകയായിരുന്നു അഞ്ജലിയുടെ വില എന്തായിരുന്നു എന്ന്. വൈകാതെ തന്നെ മഹേഷിൻ്റെ അച്ഛനെയും അമ്മയും കീർത്തന പുറത്താക്കി. അവർ ഒരു വൃദ്ധസദനത്തിൽ അഭയം തേടി. ഇതിനെക്കുറിച്ച് മഹേഷ് ചോദ്യം ചെയ്തിട്ടും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് തൻ്റെ പഠനം പൂർത്തിയാക്കിയ അഞ്ജലി വളരെയധികം സന്തോഷവതിയായിരുന്നു. അപ്പോഴാണ് ആകാശ് അഞ്ജലിയോട് അവൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയുന്നത്. പക്ഷേ അഞ്ജലിക്കും ആകാശിനെ ഇഷ്ടമായിരുന്നിട്ട് കൂടി അവൾ അത് അംഗീകരിച്ചില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട തനിക്ക് എല്ലാം നൽകിയത് ഈ വീടും വീട്ടിലുള്ളവരുമാണ്. അവരെ ഒരിക്കലും വഞ്ചിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ആകാശിനോട് അവൾക്ക് തോന്നിയ ഇഷ്ടവും അവൾ ഉള്ളിലൊതുക്കി. നന്നായി ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു അഞ്ജലി. അമ്മയെ സഹായിക്കുന്നതിനോടൊപ്പം അവരുടെ ഹോട്ടലിലേക്കുള്ള ഭക്ഷണങ്ങളും തയ്യാറാക്കി നൽകി. അഞ്ജലിയുടെ രുചിവൈവിധ്യം തേടി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങി. വളരെ വേഗത്തിൽ തന്നെ ആനന്ദ് മേനോൻ്റെ ഹോട്ടൽ ശൃംഖലയും വ്യാപിച്ചു. ഈ സമയം അഞ്ജലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആനന്ദ് മേനോൻ്റെ ആഗ്രഹപ്രകാരം ആകാശിൻ്റെ മേൽനോട്ടത്തിൽ അഞ്ജലിക്കായൊരു ഹോട്ടൽ സംരംഭം തുടങ്ങി. അവിടെ അവൾ ഭക്ഷണങ്ങളുടെ ഒരു മായാലോകം തന്നെ തീർത്തു. വളരെ പെട്ടെന്നായിരുന്നു അഞ്ജലിയുടെ ബിസിനസ്സിൻ്റെ വളർച്ച. അവൾ വളരെ വേഗം നേട്ടങ്ങൾ കൊയ്തു. അങ്ങനെ അഞ്ജലി സ്ത്രീകൾക്കിടയിലെ നമ്പർ 1 ബിസിനസ് ഐക്കണായി മാറി. അഞ്ജലിയെ കാണാനും ഇൻ്റർവ്യൂ ചെയ്യാനുമൊക്കെയായി ഒരുപാട് പേർ തിരക്ക് കൂട്ടി.
മറ്റൊരിടത്ത് വിവാഹം കഴിഞ്ഞ് 3 വർഷത്തോളമായിട്ടും കുട്ടികളുണ്ടാവാതിരുന്ന മഹേഷും കീർത്തനയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു. പല പല ടെസ്റ്റുകളും സ്കാനിങ്ങുകളുമായി അവരുടെ ദിവസങ്ങൾ അങ്ങനെ നീങ്ങി. പുകെ കീർത്തനയുടെ ശരീരഭംഗിയും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെട്ടു. മഹേഷിന് അവളെ കാണുന്നത് തന്നെ വെറുപ്പായി. അവസാനം ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം വന്നപ്പോൾ മഹേഷിനായിരുന്നു കുട്ടികളുണ്ടാവാത്തത്. അത് മനസ്സിലാക്കിയ കീർത്തന ഡിവോഴ്സ് വാങ്ങി സ്വന്തം പിതാവിനോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോയി. എല്ലാം നഷ്ടപ്പെട്ട മഹേഷ് മദ്യത്തിൽ അഭയം പ്രാപിച്ചു. ആദ്യമൊക്കെ കൂട്ടുകാരോടും പിന്നീട് ഒറ്റയ്ക്കിരുന്ന് മോൻ മദ്യം കഴിക്കാൻ തുടങ്ങി. അവൻ മദ്യത്തിന് അടിമപ്പെട്ടു പോവുകയായിരുന്നു. ഇതേ സമയം ശീതളിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആനന്ദ് മേനോൻ ഒരു തീരുമാനമെടുത്തിരുന്നു. അതെ, അവരെല്ലാവരും സന്തോഷത്തിലായിരുന്നു. അഞ്ജലിയെയും ആകാശിനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാരെല്ലാവരും അഞ്ജലി അറിയാതെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അഞ്ജലിയുടെ ഉള്ളിൽ തന്നോട് ഇഷ്ടമുണ്ടോ എന്നറിയാൻ ആകാശിന് ആകാംക്ഷയായി. അങ്ങനെ അഞ്ജലിയുമായി ആകാശ് ബീച്ചിലേക്ക് പോയി. അവൻ്റെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ മോഹിപ്പിച്ച സുന്ദരിയായിരുന്നു നീ. പക്ഷേ നിൻ്റെ കഥകൾ കേട്ടപ്പോൾ അതിലേറെ സ്നേഹവും ബഹുമാനവുമാണ് എനിക്ക് നിന്നോട് തോന്നിയത്. നിന്നെ കണ്ട നാൾ മുതൽ ഇന്ന് വരെ നീ എന്നെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചു. നേരം പോയതറിയാതെ. ഈ സമയം മഹേഷ് ഒരു മാഗസിനിൽ അഞ്ജലിയെക്കുറിച്ച് വന്ന ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. മദ്യപാനം മഹേഷിനെ ഒരു വയസ്സിനെ പോലെയാക്കിയെങ്കിലും അഞ്ജലി എങ്ങനെയും കണ്ടെത്തി തൻ്റെ കൂടെ കൂട്ടണമെന്ന ചിന്തയിൽ അയാൾ പുറപ്പെട്ടു. ഈ സമയം ആകാശിൻ്റെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ആകാശിൻ്റെ അമ്മയും മുത്തശ്ശനും എല്ലാവരും ചേർന്ന് അഞ്ജലിക്കും ആകാശിനും വേണ്ടിയുള്ള സർപ്രൈസ് ഗിഫ്റ്റുകൾ തയ്യാറാക്കുകയായിരുന്നു. ആ വീട് സന്തോഷത്തിലായിരുന്നു. ആ നാട്ടിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാഹമായിരിക്കണമെന്ന് ആനന്ദ് മേനോന് നിർബന്ധമായിരുന്നു. അങ്ങനെ വിവാഹ മണ്ഡപം തയ്യാറായി. ഹൽദി ദിനത്തിൽ മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞവർ രാജകുമാരനെയും രാജകുമാരിയെയും പോലെ ഒരുങ്ങി നിന്നു. വിവാഹത്തിനായി ക്ഷണിക്കപ്പെട്ടവരെല്ലാം വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കൂടി ഉണ്ടായിരുന്നു. അഞ്ജലിയുടെ ആദ്യ ഭർത്താവായിരുന്ന മഹേഷ് ആയിരുന്നു അത്. മഹേഷ് വന്നത് എന്തിനോ? ഈ വിവാഹം നടക്കുമോ അതോ മുടക്കാനാണോ മഹേഷ് വന്നിട്ടുള്ളത്? കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ തരുന്നതായിരിക്കും.